പോസ്റ്റ് അടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. 9-ാം തീയതി 4-നും 6-നും അകത്താണ് ഞങ്ങൾ പോസ്റ്റ് അടിച്ചത്. ഞാൻ തന്നെ അടിച്ചത് ആലുംമൂട്ടിൽ നിന്ന്. 9-ാം തീയതി. അതിൽ ഒരു മാറ്റവും ഇല്ല. അവിടെ സാറിന് പോയി ചോദിക്കാം. എൻ്റെ അടുത്ത് നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ CA ചോദിക്കുകയും ചെയ്ത് എവിടെ നിന്നാണെന്ന് ചോദിച്ചു. അതേപോലെ ഞങ്ങൾ മൊഴി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് നെയ്യാറ്റിൻകര. അതേപോലെ നെയ്യാറ്റിൻകര എത്ര പ്രാവശ്യം പോയിട്ടുണ്ടെന്നും ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾ നെയ്യാറ്റിൻകര 2 പ്രാവശ്യം അന്ന് പോയിട്ടുണ്ടായിരുന്നു. അന്ന് 2-3 പ്രാവശ്യം പോയിട്ടുണ്ട്. കാര്യം പൂ വാങ്ങാനും പിന്നെ ഇതിപ്പോൾ അച്ഛൻ്റെ പോസ്റ്റ് ആ പ്രിന്റിൽ ഇപ്പോൾ ഇപ്പോൾ ഹിന്ദു ആചാരം എങ്ങനെയുണ്ടെന്ന് ഇനിയിപ്പോൾ ഹിന്ദു ഐക്യവേദി തീരുമാനിക്കും. അപ്പോൾ ഹിന്ദു ഐക്യവേദി തീരുമാനിച്ചിട്ട് അപ്പോൾ അവരുടെ തീരുമാനങ്ങളും കൂടെ നമുക്ക് ഉറപ്പിക്കണം. കാര്യം ഹിന്ദു ആചാര്യത്തെ ഞങ്ങളാരും വ്രണപ്പെടുത്താനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞു തരാം. അച്ഛനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്യാസ ജീവിതത്തിലേക്കാണ് സന്യാസ ജീവിതമാണ് അച്ഛൻ്റെത്. കാര്യം ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ മരുത്തമലയിൽ ഒരു അച്ഛൻ ആശ്രമമുണ്ട്. ആ ആശ്രമം അച്ഛൻ അയ്യാ വൈകുണ്ഠ സ്വാമിക്ക് അത് കൊടുത്തിട്ടാണ് അച്ഛൻ ഇവിടെ ക്ഷേത്രം പണിതത്. അത് കൊടുത്തിട്ടാണ്. അതുകൊണ്ട് അച്ഛൻ സന്യാസി എന്ന് പറയുന്നത് അച്ഛൻ സന്യാസി തന്നെയാണ്. അച്ഛൻ നമുക്ക് ഋഷീശ്വരന്മാരെ പോലെയാണ്. ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒരു മിനിറ്റ്. അച്ഛൻ ധരിക്കുന്ന വസ്ത്രങ്ങൾ കാവി വസ്ത്രമാണ്, കാവി മുണ്ടാണ്, കാവി ഷർട്ടാണ് അച്ഛൻ ധരിക്കുന്നത്. ഏകദേശം 25 വർഷം കൊണ്ട്. അച്ഛന് ഇവിടെ ആറാലുമൂട് ചോദിച്ചു കഴിഞ്ഞാൽ ആരെടുത്ത് ചോദിച്ചാൽ അച്ഛൻ്റെ വേഷം ഏതാണെന്ന് പറയും. അച്ഛന് കത്തി മുടി വെട്ടാൻ ഇല്ല. ഇന്നലെ ചോദ്യം ചെയ്ത് അവിടുന്ന് ഞങ്ങളടുത്ത് മൊഴിയെടുക്കുന്ന സമയത്ത് ഞങ്ങളടുത്ത് നോട്ടീസ് തരണ കാര്യം അതപ്പോൾ പറഞ്ഞപ്പോൾ നമ്മുടെ ഹിന്ദു ഐക്യവേദിയുടെ നിങ്ങളുടെ അഭിഭാഷകൻ പറഞ്ഞത് നോട്ടീസ് കിട്ടി, നിങ്ങൾ ഇല്ല. രഞ്ജിത്ത് സാറ് വിളിച്ചപ്പോൾ രഞ്ജിത്ത് സാറ് ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. കാര്യം ഹിന്ദു ഐക്യവേദിയായിട്ട് സംസാരിച്ചതിന് ശേഷം അവർക്ക് ഹിന്ദു ഐക്യവേദിയായിട്ട് സംസാരിച്ചതിന് മാത്രമേ അവർക്ക് തീരുമാനങ്ങളും എല്ലാം എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒരാളുടെ ഇഷ്ടപ്രകാരം ഇതൊന്നും ചെയ്യാനായിട്ട് സാധ്യമല്ല. തീർച്ചയായിട്ടും അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അത് നിയമപരമായിട്ടെന്ന് പറയുമ്പോൾ ഹിന്ദു ഐക്യവേദി അത് അവരുമായിട്ട് തീരുമാനം എടുത്തിട്ട് വേണം എല്ലാ കാര്യങ്ങളായിട്ട് നിയമം അനുസരിക്കും. ഞാൻ പറഞ്ഞുതരാം. നിയമം അനുസരിക്കും. ഇത് നമ്മളത് അപ്പോഴുള്ള കാര്യമല്ലേ. ഇന്നലെ അനുകൂലിച്ച സംഘടനകൾ പറഞ്ഞത് നിങ്ങൾക്ക് ആലോചിക്കാൻ 2 ദിവസത്തെ സമയം വേണം. കാര്യം കുടുംബത്തിനും ഈ സംഘടനകൾക്ക് ആലോചിക്കാൻ സമയം വേണം. നിങ്ങൾക്ക് കോടതിയിൽ ഉൾപ്പെടെ പോകേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് സംബന്ധിച്ച് നിങ്ങൾ കോടതിയിൽ പോകുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഞങ്ങൾ അങ്ങനത്തെ നമ്മൾ 2 ദിവസമല്ല, നമ്മൾ കുറച്ച് ദിവസത്തെ ഗ്യാപ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു ഐക്യവേദി ഈ സമാധിയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങളടുത്ത് ചോദിച്ചറിയണം. അതിനുള്ള കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ടുള്ള രീതിയിൽ ചോദിച്ചറിയണം. അപ്പോൾ ആ കാര്യത്തിന് വേണ്ടിയായിരിക്കാം ഗ്യാപ്പ് ചോദിച്ചിട്ടുള്ളത്. ഇന്നലെ ഒത്തുതീർപ്പ് ചർച്ചയിൽ എന്താണേലും ഈ സ്ലാബ് പൊളിക്കേണ്ടി വരും എന്ന് അവർ പറഞ്ഞിരുന്നില്ലേ ഉദ്യോഗസ്ഥർ? ഇന്നലെ അവർ പൊളിക്കാൻ വേണ്ടിയാണല്ലോ വന്നത്. അല്ല, ഇന്നലെ സ്റ്റേഷനിലേക്ക് വിളിച്ച് ഒത്തുതീർപ്പ് ചർച്ച നടത്തിയപ്പോൾ എന്താണെങ്കിലും ഇത് പൊളിക്കേണ്ടി വരും എന്ന് അവർ അറിയിച്ചില്ലേ? ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തമ്മിലല്ല സംസാരിച്ചത്. ഞാൻ ആദ്യം അതാണ് പറഞ്ഞത്. RDO ഞങ്ങളുടെ അടുത്ത് സംസാരിച്ചിട്ടില്ല, കളക്ടർ ഞങ്ങളുടെ അടുത്ത് ഈ പൊളിക്കുന്ന കാര്യങ്ങൾ സംസാരിച്ചിട്ടില്ല. ഇവിടെ എന്താണ് നടന്നതെന്ന് RDOയും പറഞ്ഞിട്ടില്ല, കളക്ടറും ഇതിനെക്കുറിച്ചായിട്ട് നെയ്യാറ്റിൻകര DYSP ഓഫീസിൽ വെച്ച് ചർച്ചയില്ലായിരുന്നോ? അപ്പോഴോ എങ്ങനെ കേട്ടില്ല. നെയ്യാറ്റിൻകര DYSP ഓഫീസിൽ രാജസേനും സനന്ദനും പോയിരുന്നു. ആ സമയത്ത് ചർച്ചകൾ നടന്നില്ലേ? ആ സമയങ്ങളിൽ ചർച്ചകൾ നടന്ന്, പക്ഷെ അവരിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നിയമപരമായിട്ട് പോകണം എന്നാണ് പറഞ്ഞത്. പിന്നെ നോട്ടീസിന്റെ കാര്യം എനിക്കറിയത്തില്ല. നിങ്ങൾ എന്താ മറുപടി പറഞ്ഞത്? ഞങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഹിന്ദു ഐക്യവേദിയായിട്ട് ഒരു തീരുമാനം എടുത്തിട്ട് മാത്രമേ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ. ഹിന്ദു ഐക്യവേദി ഇത് പൊളിക്കാൻ അനുവദിച്ചാൽ നിങ്ങൾ സമ്മതിക്കും? അവർ ഒരു തീരുമാനം എടുക്കട്ടെ. ബാക്കി സമ്മതിക്കുന്നത് കാര്യം അത് പിന്നെ ഹിന്ദു ഐക്യവേദിയായിട്ട് തീരുമാനം എടുക്കട്ടെ. ഭരണഘടനയേക്കാൾ വലുത് ഹിന്ദു ഐക്യവേദിയുടെ തീരുമാനമാണ്.